വെൽക്കം ടു മൈ വേൾഡ് എന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് ഞാൻ തനിച്ചാണ് സുഹൃത്തുക്കളെ, തനിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേക്ക് ഓവർ സാരിയിലാണ്. കഥ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടു. എനിക്കിങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചെറിയ സപ്പോർട്ടാണെങ്കിലും താങ്ക് യു സോ മച്ച്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായി. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു താൻ പാതി ദൈവം പാതി എന്നുള്ളത് പോലെ തനിക്ക് കുറച്ച് മറ്റുള്ളവർക്ക് കുറച്ച് എന്നാണല്ലോ. അപ്പോൾ ഈ 1000 ആയതിന് നമ്മുടെ പേജ് വഴി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി ഞാൻ എനിക്കറിയാവുന്ന പുള്ളിക്കാരിയാണ് കേട്ടോ. എനിക്കറിയാവുന്ന ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ഫാമിലിക്ക് നമ്മുടെ കുറച്ച് സാരീസ് പുള്ളിക്കാരിക്ക് സ്പോൺസർ ചെയ്യുന്നു. സ്പോൺസർ എന്ന് പറയും, എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും സാരിയാണ് ഞാൻ പുള്ളിക്കാരിക്ക് കൊടുക്കാൻ പോണേ. ഇന്ന് കൊടുക്കുന്ന സാരിയും കൂടെ കൂട്ടി കൊടുക്കും കേട്ടോ. ഇത് ഒരു റെഡ് പ്ലെയിൻ സാരിയാണ്. പിന്നെ ഇതൊരു പട്ടിൻ്റെ സാരിയാണ്. എൻ്റെ റീലിലൊക്കെ ഉണ്ടായിരിക്കും. സത്യമായിട്ടും പറയാം, ഞാനിതൊന്നും പുറത്തെടുത്തിട്ടില്ല. 1 ടൈം യൂസ് സാരിയാണ്. റീൽസിന് മാത്രം എടുക്കുന്ന സാരിയാണ് കേട്ടോ. ഇതും ഒരു പട്ട് സാരിയാണ്. ഇത് ഒരു പ്ലെയിൻ സാരിയാണ്, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി, ഇത് കുറച്ച് പഴക്കമുള്ള സാരി കേട്ടോ, പക്ഷെ ഭയങ്കര കോട്ടനാണ്, ഭയങ്കര അടിപൊളി സാരിയാണ്. ഒരു കിടിലൻ സാരിയാണ്. ഇതൊരു ഗ്രീൻ കളർ, ഈ ടീച്ചേഴ്സ്മാരൊക്കെ കൊടുക്കുന്ന ടൈപ്പ് സാരിയാണ്. പിന്നെ ഇതൊരു യെല്ലോ അടിപൊളി സാരിയാണ് കേട്ടോ. ഇതൊക്കെ ഈ ടീച്ചേഴ്സ്മാർ സ്കൂളിൽ കൊടുത്തിട്ട് വരുമ്പോൾ ഞാൻ കുതിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാരിയാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. പിന്നെ ഇത് കഴിഞ്ഞ ഓണത്തിന് എടുത്തത്, ഉടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സാരിയാണ് ഞാൻ ഒരു റീലിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാരിയാണ് നമ്മൾ ആ ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്നത്. ആ ചേച്ചിക്ക് എന്തിനു കൊടുക്കുന്നു, ഏതിന് കൊടുക്കുന്നു എന്നൊന്നും ചോദിച്ചേക്കരുത്, കൊടുക്കുവാന്ന്. എൻ്റെ ഒരു ഫോളോവറാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മൾ ഇത്രയും സാരി കൊടുക്കുവാണ്. ഓക്കെ, ഈ സാരിയാണ് നമ്മളിന്ന് ഉടുക്കാൻ പോകുന്നത്. ഈ സാരിയും ആ ചേച്ചിക്ക് കൊടുക്കും കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. ഉടുത്താൽ ഇങ്ങനെ ഒഴുകി കിടക്കും, നല്ല സുഖമാണ്. ഇതും കൊടുക്കുന്നുണ്ട്. അപ്പം ഉടുത്തിട്ട് വരാം. ഇന്നത്തെ കഥ എന്താ സ്റ്റാർട്ട് ചെയ്യാത്തതെന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. അത് സ്റ്റാർട്ടിങ് ആണ്. 2 ചേട്ടന്മാരുടെയാണ് കേട്ടോ. അവർ 18-19 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. രണ്ടുപേരും ഒരു വീടിനടുത്താണ് താമസിക്കുന്നത്. 2 നല്ല സുഹൃത്തുക്കളാണ്. രണ്ടുപേരും ഒരേ ദിവസം കല്യാണം കഴിച്ച ഭയങ്കര അടിപൊളി ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത് കൊല്ലത്തുനിന്നും 2 ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പേരൊന്നും ഞാൻ പറയത്തില്ല. 2 ചേട്ടന്മാർ കല്യാണം കഴിച്ചാണ്. അവർ ഞാനത് തേങ്ങിയടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ കൊല്ലത്തുനിന്ന് കല്യാണം കഴിച്ചു, ഒരാൾ എറണാകുളത്തുനിന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ ഈ 2 ചേട്ടന്മാരും താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 കൊല്ലത്തുനിന്ന് വരുന്ന ലേഡിയും എറണാകുളത്തുനിന്ന് വരുന്ന ലേഡിയും ട്രിവാൻഡ്രത്തോട്ട് അവർ സെറ്റിലായി താമസിക്കണം. വർഷങ്ങൾ കടന്നു പോയില്ല. 6 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അടിപൊളിയാണ്. ഇവർ ഇപ്പോൾ ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് വാങ്ങും, ഒരു കാർ വാങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് വാങ്ങും. അങ്ങനെ മനസ്സിലായി. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം ഒരേ ലെവലിൽ ഗ്രോത്ത് ആക്കണമെന്ന് വിചാരിക്കുന്ന 2 ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ്. ഇവരുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കുണ്ട് ഫ്രണ്ട്സ്. എന്നിട്ട് പറയട്ടെ. അപ്പോഴത്തേക്കും അങ്ങനെ ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 8 മന്ത് ആയപ്പോഴത്തേക്കും അതിൽ ഒരു ചേട്ടൻ്റെ വൈഫ് കൺസീവ് ആയി. അപ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ചേട്ടൻ്റെ വൈഫ് കൺസീവ് ആവാതിരുന്നപ്പോൾ അവർക്ക് ഭയങ്കര വിഷമവും അങ്ങനത്തെ ഭയങ്കര സീനൊക്കെ ആയിരുന്നു. പക്ഷെ അവർ വലിയ നോർമലായിട്ട് വലിയ സീനില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ, നിന്റെ കൂട്ടുകാരൻ്റെ വൈഫ് വരെ പ്രഗ്നൻ്റ് ആയി, നിന്റെ പെണ്ണുമ്പോൾ ഇതിലായിട്ട് പ്രഗ്നൻ്റ് ആയില്ലേ? കാരണം ആ കൊച്ച് ജനിച്ചൊന്ന് ബിരിയാണി കൊടുത്തിട്ടുണ്ടല്ലോ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ നെഞ്ചത്ത് ഭയങ്കര തീ പോലെ. അപ്പോൾ ഇങ്ങനെ ആദ്യം നാട്ടുകാരായി, പിന്നെ വീട്ടുകാരായി, പിന്നെ കുടുംബക്കാരായി, അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഈ കാര്യം തന്നെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ. ഇത് കേട്ട് മറ്റേ ചേട്ടൻ്റെ കിളിയും കിളിക്കൂടും ഒക്കെ പോയി. അപ്പോഴത്തേക്കും ഈ ചേട്ടൻ ഈ ഫ്രണ്ടിനോട് വന്നത് പറയാൻ തുടങ്ങിയടാ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരുമാതിരി പറയാൻ തുടങ്ങി, നിന്നെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് അവൾ പ്രഗ്നൻ്റ് ആയി, ഇവൾ പ്രഗ്നൻ്റ് ആയില്ലോ, ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിക്കാരൻ്റെ വൈഫിനെ ഇത് ബാധിക്കാൻ തുടങ്ങി. അതിൽ ഈഗോ ക്രാഷ് വരാൻ തുടങ്ങി. സ്ത്രീകൾക്ക് പിന്നെ ഈഗോ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എല്ലാ സ്ത്രീകളെയല്ല ഞാൻ പറയുന്നത്, എന്നെ പോലത്തെ കുറച്ച് കുണിഷ്ട സാധനങ്ങളുണ്ട്, അവരെയാണ് ഞാൻ പറയുന്നത്. ഇനി അതും കിട്ടി എല്ലാവരും കൂടെ എൻ്റെ പൊങ്കാലിട വരണം. ചൂടെടുക്കുന്ന എൻ്റെ ഭയ്യാ, ഫാനിട്ടാലുള്ള പ്രശ്നം കേൾക്കാൻ പറ്റത്തില്ല. ഒരു മൈക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ എന്ന് വെച്ചാൽ ഈ കൺസീവ് ആവാത്ത ചേച്ചിയുടെ ഹസ്ബൻഡ്
ഒരു 2 വീലർ വാങ്ങാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വൈഫിന് വേണ്ടിയിട്ട് ഒരു 2 വീലർ വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, എടാ ഇപ്പം എന്തിനാടാ, ഓൾറെഡി ഒരു കാറുണ്ട്, പിന്നെ എന്തിനാ ഇനിയിപ്പോൾ 2 വീലർ. സജക്ഷൻ പറഞ്ഞതാണ് കേട്ടോ, കാരണം ഇവർ തിക് ഫ്രണ്ട്സ് അല്ലേ, സജക്ഷൻസ് ഒക്കെ പറയാമല്ലോ. അപ്പോൾ സജക്ഷൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വൈഫിനോട് പറയട്ടെ, അവൻ പറയുന്നത് ശരിയാണ്, നമുക്ക് ഓൾറെഡി ഒരു കാറുണ്ട്, ഇനിയിപ്പോൾ ഒരു വണ്ടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പുള്ളിക്കാരിയാണ് ഈ വണ്ടി എടുക്കാൻ വേണ്ടി പ്രഷർ ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടുകാരൻ അറിയത്തില്ല. ഈ വണ്ടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇവർ സംസാരിച്ചിട്ടുള്ളൂ. ഇത് ആരുടെ ഐഡിയ ആണെന്നോ ഇതിൻ്റെ പർപ്പസ് എന്താണെന്നോ ഒന്നും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അത് കേൾക്കാത്ത ഭാര്യ, ഞാനാണോ നിന്റെ ഭാര്യ, അല്ല അവനാണോ നിന്റെ ഭാര്യ, പറയടാ പറയടാ എന്ന് പറഞ്ഞിട്ട് ഭാര്യ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എതിർ സ്ഥാനത്ത് തൻ്റെ എത്രയോ വർഷത്തെ ഫ്രണ്ട്, ഇപ്പുറത്ത് ജീവന്റെ പാതി, രണ്ടും കൂടെ ജീവൻ എടുക്കുമെന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ ഇത് കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനും പറ്റില്ല. അങ്ങനെ എന്താ രണ്ടും കൽപ്പിച്ച് ഈ പുള്ളി ഒരു വണ്ടി എടുത്ത്. അപ്പോൾ പറയാതെയാണല്ലോ എടുത്തത്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഈ വണ്ടി എടുത്ത കാര്യത്തെക്കുറിച്ച് ഒരു സൂചന പോലും തരാത്തത് കൊണ്ട് കൂട്ടുകാരൻ എന്തോ ഒരു ചെറിയ സങ്കടമൊക്കെ വന്നു. പക്ഷേ പുള്ളി പുറമേ ഒന്നും കാണിച്ചില്ല കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ സാധനം വാങ്ങും, അവരുടെ സാധനം വാങ്ങും, പറയാതെയായി. അവരുടെ സാധനം വാങ്ങി ഇവരുടെ സാധനം വാങ്ങി, പറയാതെയായി. മനസ്സിലായി? അവനത് ചെയ്തു. എന്നാൽ എനിക്കിത് ചെയ്യണം. ഭാര്യയുടെ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. സംതിങ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരുന്നു. ഇവിടെ ആരും ഉത്തരവാദികളല്ല കേട്ടോ. കാരണം ഇവരുടെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമേ അറിയാവൂ. അവരുടെ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അറിയാവൂ. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും വില്ലനാണെന്ന് ചോദിച്ചാൽ ഇല്ല. അവരവരുടെ കഥാപാത്രം അവരവർ നല്ല ഭംഗിയായും വെടിപ്പായും ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഈഗോയിലോട്ട് ക്രാഷായി. അവസാനം ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു 2 വീലർ ഷോപ്പ്, മെക്കാനിക്കൽ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ ഭാര്യമാർ തമ്മിലുള്ള ഈ ഫൈറ്റ്, ഇപ്പോഴത്തെ ഭാര്യയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾ എല്ലാം അയാളെ ചോദിച്ചിട്ടാ ചെയ്തത്. പക്ഷെ അയാൾ എടുക്കുന്ന ഒരു കാര്യം തന്നോട് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. താൻ മാത്രം എന്താ കേൾക്കാത്തത് എന്ന് പറഞ്ഞ് ഈ ഭാര്യ ഇവിടെ നൊന്താൻ തുടങ്ങി. ഇവിടെ നിന്ന് തള്ളും, ഒന്നും തള്ളും. പ്രശ്നങ്ങൾ ഗുരുതര പല്ലിയേക്കണം, നാക്ക് പഠിച്ചു, ഗുരുതരമായി ആ സാധനത്തിലോട്ട് കൺവേർട്ടായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കൺവേർട്ടായി. അപ്പോൾ ഇവർ ഈ വാശിക്ക് എന്തോ ചെയ്ത എന്തിനോ കേടാണെന്ന് പറയത്തില്ല. ഇത് വാവര് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ചേട്ടായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ തെറിയായി പോകും. അങ്ങനെ ഇത് വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു. ആഡംബരം കുറച്ച് കൂടിയിട്ടാട്ടോ. അങ്ങനെ വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കച്ചവടവും സെയിലും ഒന്നുമില്ല. അങ്ങനെ ഇത് അടച്ചു കൂട്ടേണ്ട അവസ്ഥയായി. ഇവർ സാമ്പത്തികമായിട്ട് രണ്ട് വീട്ടുകാരും കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ആഡംബരത്തിൽ ഇത് ചെയ്തു. അവർ ഹണിമൂൺ പോയാൽ ഇവർ ഹണിമൂൺ പോകും, ഇവർ ട്രിപ്പ് പോകും, അവർ അപ്പിയിടും. ആ അവസ്ഥയിലോട്ട് കടന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇവിടുത്തെ ഡെലിവറി നടന്നു, അവിടെ കുട്ടിയായില്ല. ഇത് പുള്ളിക്കാരി മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ തോട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി താമസിച്ചാൽ എല്ലാം സെറ്റ് ആകും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവർ കോയമ്പത്തൂരിലോട്ട് ഷിഫ്റ്റായി. ഈ കൂട്ടുകാരനോടൊന്നും പറയാതെ ഇവർക്ക് കിട്ടിയ പൈസയുമായിട്ട് കോയമ്പത്തൂരിലോട്ട് ഷിഫ്റ്റായി. ഇതൊരു നല്ല സുഹൃത്തായിരുന്നു കേട്ടോ. ഇത് ഇവരുടെ ഈഗോയുടെ പ്രശ്നങ്ങൾ കാരണം മാത്രം പിണങ്ങി പോയൊരു സുഹൃത്താണ്. ഇവർ നേരെ കോയമ്പത്തൂരിലോട്ട് ഷിഫ്റ്റായി. കോയമ്പത്തൂർ പോയി അവർ പുതുതായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുള്ളിക്കാരൻ ഒരു കേസിൽ പിടിക്കുന്നത്. എന്ത് കേസായിരുന്നു? എന്തോ ഒരു കേസിൽ പിടിച്ച് പുള്ളിക്കാരന് കുറച്ച് ഫണ്ടൊക്കെ, സ്ഥല ഇടപാടിൻ്റെ ഒരു കേസിൽ പിടിച്ചിട്ട് പുള്ളിക്കാരൻ വിചാരിക്കാത്തതിൻ്റെ അപ്പുറം ഒരു വലിയ വഴുക്ക് ക്യാഷ് അവിടെ സെറ്റിൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടുത്തെ എല്ലാ സാധനമൊക്കെ വിറ്റ് പറക്കി അവിടെ പോയി വീടൊക്കെ വാങ്ങിച്ചാണ് അവരവിടെ സെറ്റായത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ അപ്പോൾ പെട്ടെന്ന് അത്രയും പൈസയുമില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ പെട്ട് കൊണ്ടായിരുന്നെങ്കിൽ ജയിലിൽ പോകുന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എവിടെയോ വെച്ച് ഈ ഭാര്യ എന്ന് വെച്ചാൽ ഈ ജയിലിൽ പോകാൻ പോകുന്ന ആളുടെ ഭാര്യ ഈ പുള്ളിക്കാരനെ കണ്ടു. അപ്പോൾ നോർമലി കടയിലോ എവിടെയോ വെച്ച് കണ്ടതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യും, സുഖമായിട്ടിരിക്കുന്നോ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? കാരണം ഈ ചേച്ചി ആ സമയത്ത് പോകുന്ന സമയത്ത് ഇവിടുന്ന് വിറ്റ് പറക്കി പോകുന്ന സമയത്ത് കൺസീവ് ആണ് എന്നൊരു ഗോസിപ്പ് കേട്ടു എന്ന് പറഞ്ഞു. കുട്ടിയായോ എന്ത് ചെയ്യുന്നു? വർഷങ്ങൾ കടന്നു പോയി കേട്ടോ. അപ്പോൾ ഈ ലേഡി പറഞ്ഞ് ഒരു കുഞ്ഞുണ്ട്, ഒരു മോനുണ്ടായി. അതിനുശേഷം ഒരു മോനുണ്ട്, ഇതാണ് സിറ്റുവേഷൻ, കടവും കടക്കണിയുമായി പോയി, വീട്ടിൽ നിന്ന് വന്നു, ഇങ്ങനെയൊക്കെ. പുള്ളിക്കാരൻ ഒന്നും നോക്കിയില്ല, ആരെയും കേൾക്കാനും നിന്നില്ല. പുള്ളിക്കാരൻ എത്രയാണോ കൊടുക്കാനുള്ളത് ആ ബാധ്യത ഈ കൂട്ടുകാരൻ അവിടെ കൊടുത്തു തീർത്തു. പുള്ളിക്കാരനായിട്ടുള്ള കേസൊക്കെ പുള്ളിക്കാരൻ തന്നെ ഇടപെട്ടതൊക്കെ സെറ്റിലാക്കി എന്നാണ് പറഞ്ഞത്. നമ്മുടെ ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഈ മൂന്നാമതൊരാളുടെ പ്രസൻസിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ കേട്ടപ്പോഴാണ്, പണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. വെളിയിലത്തെ സൗണ്ടാണ്, കൊല്ലും ഞാൻ. പേരൊന്നും ഞാൻ പറയുന്നില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഞാൻ കൊല്ലും. അപ്പോൾ പുള്ളിക്കാരി സൗണ്ട് കാരണം കെട്ടിയതാട്ടോ. പുള്ളിക്കാരിക്ക് ഞാൻ മാത്രമേ നല്ല ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10th വരെ നല്ല ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ 3 പേര് ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേറെ ഒരു ക്ലാസ്സിലോട്ട് ഷിഫ്റ്റായി. വേറെ കഥയിലും കഥയാണ് കേട്ടോ ഇത്. വേറെ സുഹൃത്തുക്കളൊക്കെ കിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് ഞങ്ങൾ അത്ര പോരാന്നുള്ളൊരു ചിന്താഗതി വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പുള്ളിക്കാരി അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. നമ്മളിതിനെ പയ്യെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഞങ്ങളായിരുന്നു ആജന്മ ശത്രു. അതൊക്കെ ഈ പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരുടെ ബ്രെയിൻ വാഷ് പോലെ ഇരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സുഹൃത്ത് ബന്ധം കിട്ടുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന കിഡ്നി പോലെയാണ്. ഈ അടിച്ചു പോയാലും വേറൊരു സാധനം എടുത്ത് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഒരെണ്ണം അതിങ്ങനെ അടിച്ചു പോകാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കുളിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കഥ. എനിക്ക് നിങ്ങളോട് ഇതിൽ പറയാനുള്ളത്, തെറ്റിയില്ലല്ലോ അല്ലേ, ഒരു ഉദ്ദേശശുദ്ധിയിൽ അങ്ങോട്ട് വെച്ച് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇപ്പോൾ നിലവിലുണ്ട്, അയാളെ കൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, അയാൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണിയൊന്നും തരുന്നില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ കളയരുത്.
വേറെ അതിന് ഇടയിൽ ഏതെങ്കിലും ഒരു കൃമി വന്നാൽ കൃമിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് മാത്രം നോക്കുക. അങ്ങനെയല്ല, ഭാര്യനെ എടുത്ത് കളയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. നല്ല സുഹൃത്തുക്കളും ആവശ്യമുണ്ട്, നല്ല ഭാര്യ ആവശ്യമുണ്ട്, നല്ല അമ്മായിയമ്മ ആവശ്യമുണ്ട്. എല്ലാം നല്ലതാണ് നമുക്ക് ആവശ്യം. നല്ലതിനെ വിട്ട് കളയുകയാണെങ്കിൽ പിന്നെ ആ നല്ലതിനെ പോലെ ഒരു നല്ലത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. ഈ കഥയൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നതെന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കഥ കേട്ടിട്ട്. ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു മൈക്ക് ഉടനെ വാങ്ങുന്നതായിരിക്കും. ഇതാണ് ആ സാരി കേട്ടോ, നല്ലതല്ലേ? എല്ലാവരും നല്ലവരാണ്. കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു ടൈം കൊടുക്കുക, എല്ലാവരെയും ഒരു സ്പേസിൽ വെക്കുക. എല്ലാവരെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടൊന്നും ഇവിടെ വെക്കരുത്. എല്ലാവരെയും ഇവിടെ വെച്ചാൽ മതി. ഇത്രയും സ്പേസ് എല്ലാത്തിലും വിട്ട് വെക്കും. എല്ലാവരെയും ഫസ്റ്റ് സെൽഫ് റെസ്പെക്ട്, നമ്മളെ ഇഷ്ടപ്പെടും, എന്നിട്ട് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാം. നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇന്ന ആള് നമ്മുടെ ജീവിതത്തിൽ ഇന്ന ഇതുവരെ വേണം, അയാൾക്ക് ഇത്രയും സമയം കൊടുക്കണം, ഇത്രയും വാല്യൂ കൊടുക്കണം, ഇത്രയും ഒരു സാധനം കൊടുക്കണം. ഇന്ന ആൾ നമ്മുടെ ലൈഫിൽ ഇന്ന രീതിയിലാണ് വേണ്ടത്, ഇന്ന സ്ഥലം വരെ നമുക്ക് അയാൾക്ക് വാല്യൂ കൊടുക്കണം, ആ ആൾ ഇതാണ് എന്നുള്ള ഒരു ചിന്താഗതി വേണം. അപ്പോൾ നമ്മൾ ആർക്കും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതെൻ്റെ ഫ്രണ്ട്, എനിക്ക് ഇവിടെ മാത്രമേ ഫ്രണ്ട് ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളെ എനിക്ക് ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവളെ എനിക്ക് വേണം, അവളെൻ്റെ ഫ്രണ്ടാണ്, മനസ്സിലായോ? അവളെൻ്റെ പാർട്ട്ണറല്ല, ഫ്രണ്ടാണ്. ഫ്രണ്ട് പാർട്ട്ണർ എല്ലാവർക്കും ഒരു ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ കയറി ഫ്രണ്ടിനെ ഭരിക്കാനും വരരുത്, എൻ്റെ ഫ്രണ്ട് കയറി പാർട്ട്ണറിനെ ഭരിക്കാനും വരരുത്. ഗോട്ട് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്ന് ഞാൻ സുന്ദരിയാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ചൂടിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരു ഫാന് സൗണ്ട് ഇല്ലാതെ കാറ്റ് വരുന്ന ഫാൻ വാങ്ങണം, പിന്നെ മൈക്ക് വാങ്ങണം. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് പൊളിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം വലിയ കൃത്യം നിറഞ്ഞ താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. നമ്മളിതുപോലെ ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന സാധനമൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരാളെ കണ്ടുപിടിച്ച് വന്നിട്ട് ഞാൻ അടുത്ത സാധനം കൊടുക്കുന്നതായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ സാരി ഉണ്ട്, സാരി കൊടുക്കാം. നമുക്ക് കുറച്ച് സാധനം നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് കൊടുക്കാം. ഇത്രയും സാരി ഒരാൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. അതിൽ ഞാൻ മുന്നേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഇങ്ങനെ നീണ്ടു പോയി കഷ്ടപ്പെട്ട് എല്ലാം ഒതുക്കി പറക്കി എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം കൊടുക്കണം. അപ്പോൾ അത് അയാൾക്കുള്ളതാണ്. നെക്സ്റ്റ് സാധനം നെക്സ്റ്റ് ആൾക്ക് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ?